സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, യേശു കർത്താവിൻ്റെ ധന്യനാമത്തിലേവർക്കും എൻ്റെ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. നമുക്ക് ദേശത്തിൻ്റെ നാനാഭാഗത്തായിരുന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാനായി നമുക്ക് ഒരുങ്ങാം. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. മാനത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കേതവും ബലവുമായിരിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന സറാപ്പുകളും കരുവുകളും ആർത്തുപാടുന്ന ഈ മനോഹരമായ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് മകളുടെ പരിശുദ്ധി ഉണർന്ന് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിലയേറിയ ഒരു ആഴ്ചപ്പെട്ട കാലം കൊണ്ട് ഞങ്ങൾ വിട്ട് കടന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നല്ലവനായി വല്ലഭനായി കൂടിയിരുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കാണുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നൽകിയിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ വീണ്ടും ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. തകർന്നു നുറുങ്ങിതമായ മനസ്സുകൾ നിരസിക്കാത്തവനായ കർത്താവേ, അവിടുത്തെ ആശ്വാസത്തിന്റെ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും രോഗദുരിതാദികളും മാറിപ്പോകുവാൻ, അങ്ങയിൽ നിന്ന് ആശ്വാസവും സൗഖ്യവും സമാധാനം പ്രാപിച്ച ആത്മസന്തോഷത്തോടെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടുന്ന തിരുസാന്നിധ്യം കൊണ്ടിരിക്കണം. സകലമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 6-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. 6-ാമത്തെ കീർത്തനം. വിശുദ്ധ സുവിശേഷ പാഠഭാഗം വായിക്കുന്നത് ശ്രദ്ധിപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 25 മുതൽ 33 വരെ. യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക്
വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെ ഉള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഇവിടെ സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. കർത്താവിന്റെ തിരുവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. അപ്പോൾ ക്രിസ്ത്യാരാധനയ്ക്കുള്ള പാട്ട് പുസ്തകത്തിലെ 61-ാമത്തെ പാട്ടിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. 61-ാമത്തെ പാട്ടിൻ്റെ 1-2 ചരണങ്ങൾ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന കർത്താവേ, സ്വകീയ നല്ല പിതാവേ, ഈ അനുഗ്രഹവും ശാന്തവുമായിരിക്കുന്ന പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം പലവിധമായ രോഗങ്ങളുടെ മധ്യത്തിൽ ദൈവമേ ഞങ്ങൾ ഹൃദയം തുടങ്ങി സങ്കടപ്പെട്ട സമയത്ത് കഠിനമായ ശോധനയിലൂടെ ലോകം മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സർവശക്തനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇത്ര അത്ഭുതകരമായി അതിശയകരമായി കാത്തുസൂക്ഷിച്ചവരിലേക്കായി സ്തുതിക്കുന്നു. ദൈവത്തിന് എല്ലാ കൃപകളും പ്രാവശ്യമുണ്ട്. നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളായിരുന്നു കൊണ്ട് ഈ ആരാധന ശ്രദ്ധിക്കുമ്പോൾ സർവശക്തനെ ഈ ആരാധനകൾ ഞങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു നിറയുള്ള എല്ലാ ഹൃദയങ്ങളും അവിടുത്തെ രൂപാന്തരം ശക്തി നൽകണമേ കർത്താവേ. ആത്മാവിൻ്റെ അധികമായ ശക്തി ഞങ്ങളുടെ മേൽ പകരണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്നെ വിട്ട് കടന്നുപോയ തന്റെ ശിശുമാരെ തേടി തങ്ങളുടെ അടുക്കിലേക്ക് അവർ ചെന്ന് അവരെ ധൈര്യപ്പെടുത്തി തുടർന്ന് ശുശ്രൂഷിക്കാതെ ധൈര്യപ്പെടുത്തിയ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഇന്ന് ഞങ്ങൾ ഈ പാവലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ ധൈര്യപ്പെടുമ്പോൾ ഞങ്ങൾ കർത്താവെ ഹൃദയം തുടങ്ങി സങ്കടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് പുതുശക്തിയായി പുതുബലമായി ഞങ്ങളെ ഇറങ്ങിയവരിലേക്കായി സ്തുതിക്കുന്ന കർത്താവെ, പ്രതികാല COVID-19 കാലഘട്ടത്തിൽ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ എല്ലാ വേദനകളും മാറുവാൻ തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ധൈര്യവും ശക്തിയും പ്രത്യാശയും നൽകി പരിപാലനം പ്രാർത്ഥിക്കുന്നു. നാഥാ, സമയം തിരുവചനങ്ങൾ ശ്രദ്ധിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഒരുക്കത്തോട് വരുന്ന കർത്താവെ, വചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒരുപോലെ ക്രൂശിൽ മകൾ മറക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനമുള്ള അച്ഛൻ, ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ ആരാധനയിൽ ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിഷയം ദൈനംദിന ജീവിതത്തിൽ ഉയർത്ത കർത്താവിനോടൊത്തുള്ള കൂട്ടായ്മ. ദൈനംദിന ജീവിതത്തിൽ ഉയർത്ത കർത്താവിനോടൊത്തുള്ള കൂട്ടായ്മ. ഈ ലോകത്തേക്ക് നാം തിരിഞ്ഞു നോക്കാമെങ്കിൽ സകല മാനവരാശിയും ഒരു ആശ്വാസനായകനായ, ഒരു സൗഖ്യനായകനായ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാമെങ്കിൽ വേദന നിറഞ്ഞ അനുഭവത്തിലൂടെ, ഭയം നിറഞ്ഞ അനുഭവത്തിലൂടെ, ചില സാഹചര്യങ്ങളൊക്കെയും ദീനമായ രോദനങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മനുഷ്യർക്ക് ഓർക്കുവാനും പങ്കുവയ്ക്കുവാനും വളരെ വേദന നിറഞ്ഞ ദയനീയമായ കാര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ.
സർവശക്തനായ ദൈവം ദൈനംദിന ജീവിതത്തിൽ കർത്താവിനോട് നാം അനുഭവിക്കുന്ന കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ നമുക്ക് ദൈവത്തിനാവുന്ന ബലം അത് ഈ പ്രഭാതാരാധനയിലൂടെ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഇറ്റലിയിൽ നിന്ന ഒരു റിപ്പോർട്ടിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഇപ്രകാരം വായിക്കാനായിട്ട് മനസ്സിലാക്കിയിടയായി. രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനായിട്ട് പുറപ്പെടുന്ന ആംബുലൻസുകളുടെ എണ്ണം തലങ്ങും വിലങ്ങും ആംബുലൻസുകൾ ചീറിപ്പായുമ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങളൊക്കെ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭവനങ്ങളിൽ ക്വാറന്റൈൻ കഴിയുന്ന ആളുകൾ പോലും രോഗമിത അടുത്ത നിമിഷം തങ്ങളുടെ അടുക്കിലേക്ക് എത്താനായിട്ട് പോകുന്നു. അടുത്ത നിമിഷം ഈ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകേണ്ടി വരുന്നത് എന്നെയാണോ എന്ന് ചിന്തിച്ച് രോഗം ബാധിച്ച് തൊട്ടടുത്ത നിമിഷം മരണത്തിന് കീഴടങ്ങേണ്ടതായി വരുമോ എന്ന ചിന്തയോടുകൂടെ ആയിരിക്കുന്ന അനേകം ആയിരങ്ങൾ. മരണസംഖ്യ വർദ്ധിച്ചവർ വരുമ്പോൾ ശവശരീരങ്ങൾ കുന്നുകൂടുമ്പോൾ ഈ മൃതശരീരങ്ങളെ വഹിച്ചുകൊണ്ട് ചീരിപ്പായുന്ന ട്രക്കുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയും പകലും ഉറക്കം വരാത്ത ഒരു അനുഭവം ഒരു റിപ്പോർട്ട് വായിക്കാനായിട്ട് കഴിഞ്ഞു. നാം ഇന്ന് സുവിശേഷ ഫലമായി വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 പഠിക്കുമ്പോഴും സമാനമായ ഒരു അനുഭവമാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവും അതുമായി ബന്ധപ്പെട്ട പുനരുത്ഥാനത്തിന്റെ ആ ദിവസങ്ങളൊക്കെയും യെരൂശലേം നഗരം മുഴുവനും ഒരു അവ്യക്തത നിറഞ്ഞ, ഒരു ഭയം നിറഞ്ഞ, ഒരു വളരെയധികം ദുരൂഹതയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. യേശു കർത്താവിന്റെ ശിഷ്യന്മാരിലും അതുപോലെ യേശുവിനെ അനുഗമിച്ച മറ്റ് പലരിലും ഈ വേദന നിറഞ്ഞ അനുഭവം അവർ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഇന്ന് നാം മനസ്സിലാക്കുന്ന ഈ വേദഭാഗത്തിൽ പുനരുത്ഥാന ദിവസം തന്നെ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ യാത്രയാവുകയാണ്. ഈ യാത്രയാകുന്ന ശിഷ്യന്മാരെ ഒരാൾ ക്ലെയോപ്പാവ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഈ ആളുകൾ പരസ്പരം അവിടെ നടന്ന കാര്യങ്ങൾ സംസാരിക്കുകയും തർക്കുകയും ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യം. യെരൂശലേമിൽ ഇവർ നിന്നാൽ ഒരുപക്ഷെ തങ്ങളുടെ ജീവന് വീണ്ടും ആപത്തുണ്ടാക്കി വയ്ക്കുമോ എന്ന ചിന്തയോടുകൂടെ ആയിരിക്കാം ഈ മനുഷ്യരെ യാത്രയാകുന്നത് എന്ന് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നു. എന്നാൽ 7 നാഴിക ദൂരമുള്ള എമ്മൗസിലേക്ക് പോകുന്ന ഈ ശിഷ്യന്മാരെ യേശു കർത്താവ് വിടുന്നില്ല. യേശു കർത്താവ് ഒരു അജ്ഞാത സ്നേഹിതനായി അവരോടുകൂടെ അനുഗമിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അവരുടെ അടുക്കിലേക്ക് യേശു കർത്താവ് എത്തിയപ്പോൾ അവരുടെ മനോഭാവം യേശു മനസ്സിലായി. വാടിയ മുഖത്തോടുകൂടെ അവർ നിൽക്കുന്നതായിട്ട് അവർ പോകുന്നു. വാടിയ മുഖത്തോടുകൂടെ അവർ പലതും സംസാരിക്കുന്നു, തർക്കിക്കുന്നു എന്നാണ് യേശുവിനെ കാണാൻ കഴിഞ്ഞത്. വാടിയ മുഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ വേദനയുടെ ആഴങ്ങളെത്തുമ്പോൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭാവമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പരിഹരിക്കുവാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അടുത്ത നിമിഷം എന്തായി ചെയ്യും എന്ന് ചിന്തിച്ച് വേദന നിറഞ്ഞ അനുഭവത്തിലൂടെ ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാടിയ മുഖം, വേദനിക്കുന്ന ഹൃദയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ തുടർന്നും പരിസരം പോലും മനസ്സിലാക്കാൻ കഴിയാതെ, പരിസരം നടക്കുന്ന സംഭവങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ മനസ്സ് അത്രത്തോളം മരവിച്ചിരിക്കുന്ന പ്രത്യേകമായ അവസ്ഥയും ചിലപ്പോഴൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരിക്കൽ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൽ ഒരു മരണം നടന്നു. മരിച്ച സഹോദരന്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ മരണ വാർത്തയെ അറിഞ്ഞ് മനസ്സ് വളരെ അസ്വസ്ഥനായി. ഈ സംസ്കാര ശുശ്രൂഷയൊക്കെ നേതൃത്വം നൽകിയെങ്കിലും ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തുവെങ്കിലും പിറ്റേ ദിവസം അവൻ ഓർത്തപ്പോൾ തലേദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവനൊന്നും ഓർമ്മയില്ലാതായി തീരുന്നു എന്നാണ് ആ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യന്റെ അസ്വസ്ഥമായ മനസ്സ് പലപ്പോഴും വാടിയ മുഖം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പരിസരം നടക്കുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാതെ അത്രത്തോളം അസ്വസ്ഥമായി മാറുന്നു എന്ന് പലപ്പോഴും മനുഷ്യ ജീവിതങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നു. ഈ ശിഷ്യന്മാരും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലായിരിക്കാം യാത്ര ചെയ്തത്. അവർ വാടിയ മുഖത്തോടുകൂടെ ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചും തർക്കിച്ചും പോകുന്നു എന്ന് ഈ ഭാഗം മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ജീവിതയാത്രയിൽ മനുഷ്യന്റെ മനസ്സ് മരവിക്കുമ്പോൾ, മനുഷ്യൻ പ്രതികൂല കാച്ചുകൊണ്ട് തകർന്നിരിക്കുന്ന സമയത്ത്, എല്ലാം വഴിമടഞ്ഞ് മുന്നോട്ട് വന്ന നിർവാഹമില്ലാതെ വേദനയോടെ നിൽക്കുന്ന സമയത്തും തന്റെ ഭക്തന്മാരെ തേടിയെത്തുന്ന ഒരു ദൈവസ്നേഹമുണ്ട് എന്ന് വേദോസ് പഠിപ്പിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ആ നിലയിലാണ് നടത്തിയത്. ഇന്നും പ്രതികൂലങ്ങൾ വച്ചതില് നമുക്ക് ധൈര്യം നൽകുന്നത്, ആശ്വാസം നൽകുന്നത്, ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് പ്രതീക്ഷ നൽകുന്നത് ആ ദൈവം നൽകുന്ന ധൈര്യമാണ് എന്ന് വേദോത്സവം പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യപ്രകാരം പറയുന്നു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് പറയുന്നത് കേൾക്കാം. മനുഷ്യൻ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പിറകിൽ നിന്ന് പറയുന്ന ഒരു
ഇത് സർവശക്തനായ ദൈവത്തിന്റെ വാക്കുകൾ മാത്രമാണ്. അത് മനുഷ്യർക്ക് പറയാൻ കഴിയാത്ത ഒരു അനുഭവം കൂടിയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, 21 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, ഒരു താഴ്വരയിലൂടെ നടന്നാലും ഞാൻ അർത്ഥം ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും കൈവിടാത്ത ഒരു ദൈവസ്നേഹത്തെ കുറിച്ച് ആ ഭാഗത്ത് പഠിപ്പിക്കുന്നു. ഇവിടെ ഈ ഭാഗത്ത് നാം വരുമ്പോൾ ഈ ശിഷ്യന്മാരുടെ സ്വഭാവത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട്, ആരോടെന്നറിയാതെ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാർ, ആരോടെന്നറിയാതെ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഈ ശിഷ്യന്മാരിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ ജീവിതം അത് തന്നെയാണ്. മനുഷ്യന്റെ സ്വഭാവം പലപ്പോഴും ഇങ്ങനെ ആരോടൊന്നും സംസാരിക്കാൻ അറിയാതെ, ദൈവത്തെ മാനിക്കാതെ, ബന്ധങ്ങളെ മാനിക്കാതെ ഒക്കെ സംസാരിക്കുകയും തർക്കുകയും ചെയ്യുന്ന ഒരു ജീവിതാനുഭവം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാനായിട്ട് കഴിയുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ 30 ദിവസവും തന്നെ അത് വളരെ വ്യക്തമായിട്ട് നിഴലാവുകയാണ്. 30 ദിവസം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കാലശ കേട്ട് മനുഷ്യനെ വിളിക്കുകയാണ്. എന്താണ് ദൈവം ചോദിച്ചപ്പോൾ, നിന്റെ കാലശ കേട്ട് ഞങ്ങൾ നഗ്നനാകൊണ്ട് ഞങ്ങൾ ഒളിച്ചു എന്ന് ദൈവം എന്ന് മനുഷ്യൻ പറയുമ്പോൾ, പാപത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ തേടി എത്തിയ ദൈവം ആ ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ പറ്റിയ തെറ്റ് പറഞ്ഞ് അനുഭവിക്കാതെ പശ്ചാത്താപത്തിലൂടെ അവന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാതെ ദൈവത്തിൽ തന്നെ കുറ്റപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ ഫലം തിന്നു, ഞാൻ തിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് വിളിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ ആ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നു. പുറപ്പാട് 32-ാം അധ്യായം പഠിക്കുമ്പോഴും അവിടെയും ഒരു ചുരുങ്ങിയ കാലയളവ് മോശയെ കാണാനായിട്ട് കഴിയാത്തതിനാൽ ജനമെല്ലാം അഹരോന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ഇതുവരെ ഞങ്ങൾ നടത്തിയ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. മോശെ, ഇനി ഞങ്ങളെ തുടർന്നുള്ള യാത്രയ്ക്കായിട്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് അഹരോനോട് ചേർന്ന് പറയുന്ന ആളുകളെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ വിഭാഗിച്ച് അനേക അത്ഭുതങ്ങളിലൂടെ നടത്തിയ ദൈവത്തെ പെട്ടെന്ന് മറന്ന ഒരു അനുഭവമാണ് ആ ജനത്തിൽ കാണാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ തന്നെ ഉച്ചക്കൊടുത്ത ആളുകൾ, തള്ളിപ്പറഞ്ഞ ആളുകൾ, പുനരുത്ഥാനത്തിന്റെ വാർത്ത കേട്ട് വിശ്വസിക്കാത്ത ആളുകൾ, പുനരുത്ഥാന ദിവസം ആ സ്ഥലത്ത് നിന്നാല് വീണ്ടും ആപത്ത് വിളയുമോ എന്ന് ചിന്തിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ പോകുന്ന ആളുകളുടെ അടുക്കിലേക്ക് യേശു കർത്താവ് ചിന്തിക്കുകയാണ്. യേശു കർത്താവ് അവരുടെ കുറവുകൾ കണക്കിടാതെ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെയും തിരിച്ച് തന്റെ സ്നേഹത്താല് ആകർഷിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ ഈ ഭാഗത്ത് നാം മനസ്സിലാക്കുമ്പോൾ യേശു ഇവരോട് കൂടെ ചേർന്ന് നടക്കുകയാണ്. നടന്നവരോട് പറയുമ്പോൾ ഇവിടെ 21-ാം വാക്യം പറയുന്നു, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ ആശിച്ചിരുന്നു എന്നാണ്. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് അറിയാം, ഇസ്രായേലിനെ വീണ്ടെടുക്കാനായിട്ടുള്ളവൻ എന്ന് ആശിച്ചിരുന്നു എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു. എന്നാൽ യേശു കർത്താവ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്തുകളെല്ലാം ഈ ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ നാം മനുഷ്യ ജീവിതം നോക്കുമ്പോൾ മനുഷ്യൻ ഇന്നും പല കാര്യങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സ്വഭാവം മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും മനുഷ്യൻ അകന്ന് മാറിപ്പോകുന്നു. കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കുകയും മാറിപ്പോകുന്ന ഒരു മനുഷ്യനെ കാണാനായിട്ട് കഴിയുന്നു. സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹം ഏൽപ്പിച്ചിരിക്കുമ്പോൾ അത് തങ്ങൾക്കുള്ളതല്ല എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് കുറ്റം പറഞ്ഞ് മാറിപ്പോകുന്ന ആളുകളെ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നു. സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളൊക്കെയും പ്രപഞ്ചത്തോടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെയും മാറി കടന്നു പോകുന്ന മനുഷ്യന്റെ സ്വഭാവത്തെ ആ ദൈവികമായ ഭാവം തിരിച്ച് അവരെ തേടിയെത്തുന്ന ഒരു അനുഭവമാണ് ഈ ഭാഗത്തോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയിലെ വില്യം സ്കോട്ട് എന്ന് പറയുന്ന ഒരു യുവഫലൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ ക്രിക്കറ്റ് നിർവഹണത്തിനിടയിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ സംഭവിച്ചാൽ സാധാരണ മിലിറ്ററി നിയമം അനുസരിച്ച് അവർ വധശിക്ഷയാണ് നൽകുക. അങ്ങനെ വധശിക്ഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന ഈ മനുഷ്യൻ ശിക്ഷ നടപ്പാക്കുന്നതിന്റെ തലേദിവസം അമേരിക്കൻ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൻ അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. അവനെ ആശ്ലേഷിച്ചിട്ട് പറയുകയാണ്, പ്രിയ സ്നേഹിത, ഞാൻ നിന്നെ കൊല്ലുന്നില്ല, എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, നിന്നെ വിശ്വസിച്ച് പഴയ ജോലിയിലേക്ക് ഞാൻ നിന്നെ നിയോഗിക്കുകയാണ്. ആ സ്ഥാനത്ത് നീ വിശ്വസ്തനായിരിക്കണം, ആ സ്ഥാനത്ത് നീ ആത്മാർത്ഥനായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ചെറുപ്പക്കാരന് വളരെ സന്തോഷമായി. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് തന്നെ അടുക്കൽ വന്ന് തന്നെ ആശ്ലേഷിച്ച് തനിക്ക് നടപ്പാനിരുന്ന വധശിക്ഷ മാറ്റി വീണ്ടും തന്നെ വിശ്വസ്തനെന്ന് കണ്ട് പഴയ തൊഴിലിലേക്ക് അയച്ചപ്പോൾ വളരെ വിശ്വസ്തയോടുകൂടെ അവൻ ആ ഭാഗത്ത് തന്റെ കൃത്യം നിർവഹിച്ചു എന്ന് കാണാൻ കഴിയുന്നു. അങ്ങനെ തുടർന്നുള്ള യുദ്ധങ്ങളിൽ ഈ മനുഷ്യൻ ഒരു ദിവസം യുദ്ധം കൊടുത്തിരിക്കൊണ്ടപ്പോൾ അനേക ശത്രുക്കളെ ഈ രാജ്യത്തിന് വേണ്ടി കൊന്നൊടുക്കി
എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഹോദരന്മാര് അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു തന്നെ തള്ളിപ്പറഞ്ഞവർ, തന്നെ വിട്ട് ഓടിയ ആളുകളുടെ അടുക്കലേക്ക് വീണ്ടും ചെല്ലുകയും അവരെ ഒന്നും കുറ്റപ്പെടുത്താതെ അവരിൽ ഒരു ദോഷവും ആരോപിക്കാതെ അവരെ തന്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുകയും കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഴയ ജോലിയിലേക്ക് ഏൽപ്പിക്കുന്നു. മനുഷ്യരെ പ്രതികരിക്കുന്ന ആ ജോലിയിലേക്ക് വിശ്വസ്തരെന്ന് കണ്ട് അയക്കുകയാണ്. അങ്ങനെ അനേക ശിഷ്യന്മാർ യേശുവിന്റെ നാമത്തിനായിട്ട് അനേകർ നേടിയതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശു കർത്താവിന്റെ നാമത്തിന് രക്തസാക്ഷികളായിട്ടുള്ള അനേക ആളുകളുണ്ട്. വളരെ വിശ്വസ്തരായിട്ട് യേശുവിന് വേണ്ടി നിലനിന്ന ആളുകളെ കാണാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് ഈ ശിഷ്യന്മാർ കുറവുള്ളതെന്ന് കണ്ടിട്ടും കൂടെ പാർപ്പാൻ മനസ്സ് കാണിച്ച ഒരു കർത്താവിന്റെ സ്നേഹത്തെയാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24-ാം അധ്യായം 21-ാം വാക്യം അവസാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു എന്ന് ഈ ഭാഗത്ത് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യേശു ഏറ്റവും അധികം കൂടുതൽ സമയം ചെലവഴിച്ചത് സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകളോടുകൂടെയാണ്. സമൂഹം മോശം നിൽക്കുന്ന ആളുകളോടുകൂടെയാണ്. ഇവിടെ ഈ സാഹചര്യത്തിലും തന്നെ മറുത്തു പറഞ്ഞവരും തന്നെ വിട്ട് ഓടിയ ആളുകളെയും യേശു കർത്താവ് വിടുന്നില്ല. അവരുടെ അടുക്കലേക്ക് യേശു കർത്താവ് ദിവ്യമായ സ്നേഹത്തിന്റെ അടയാളമായിട്ട് ചെല്ലുന്നു. വീണ്ടും യേശു കർത്താവ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഒരിക്കൽ കൂടെ വിവരിച്ചു കൊടുത്ത് അവരുടെ മനസ്സിനെ തുറപ്പിക്കുന്നു, അവരുടെ കണ്ണിനെ തുറപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 32-ാം വാക്യം പ്രകാരം മനസ്സിലാക്കുന്നു, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകൾ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് ആണെന്നറിയാതെ യേശു കർത്താവ് പറഞ്ഞ ഓരോ വാക്യങ്ങളും അവർക്ക് മനസ്സിലാക്കിയപ്പോൾ തങ്ങളുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്ന ആത്മാവിൽ ജനിച്ചുകൊണ്ടിരുന്നു എന്ന് ഈ ഭാഗത്ത് യേശുവിനെ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ അടുത്ത് നിൽക്കാനായിട്ട് ഒരുപാട് വെല്ലുവിളികളുള്ള ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹികമായ ചുറ്റുപാടുകൾ, മറ്റ് സമൂഹത്തിലെ പലതരത്തിലുള്ള ചുറ്റുപാടുകളെല്ലാം മനുഷ്യ ദൈവസ്നേഹത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കാലഘട്ടം. മനുഷ്യൻ സ്വയംമോഹികളായിട്ട് സകലവും തന്റെ കാൽക്കൽ എടുക്കുവാനായിട്ടുള്ള ചിന്തയോടുകൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവസ്നേഹത്തിൽ നിന്ന് മാറാനായിട്ട് മനുഷ്യൻ വെമ്പൽ കൊള്ളുന്ന പ്രത്യേകമായിട്ടുള്ള കാലഘട്ടം. ഈ കോവിഡ്-19 പശ്ചാത്തലത്തില് ആരാധനകളൊക്കെ അടഞ്ഞു കിടക്കുന്നുവെങ്കിലും നാം ഭവനങ്ങളായതുകൊണ്ട് ഈ ദൈവത്തെ സ്നേഹിക്കുവാനും ഈ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അജ്ഞാത സ്നേഹിതനായിട്ട് യേശു കടന്നു ചെന്നതുപോലെ നമ്മുടെ അടുക്കിലേക്കും കർത്താവായ യേശു ക്രിസ്തു കടന്നു വരും. ആ യേശു കർത്താവിന്റെ സ്നേഹമാണ് നമ്മെല്ലായ്പ്പോഴും നിലനിർത്തുന്നത്, എല്ലായ്പ്പോഴും ധൈര്യപ്പെടുത്തുന്നത്. ഈ ലോക ജീവിതയാത്രയിൽ ആ യേശു കർത്താവിന്റെ ധൈര്യമാണ്, അവർ നൽകുന്ന പ്രത്യാശയാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് കരുത്ത് പകരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനുമായുള്ള ബന്ധത്തിൽ ആ ക്രിസ്തു സ്നേഹത്തിന് മാറാതെ നാം ജീവിക്കുവാൻ സാധിക്കണം. നമ്മൾ ഈ വീട്ടിലെ കർത്താവുമായി ദിനംതോറും അവന്റെ സന്നിധിയിലായിരിക്കുവാൻ ശ്രമിക്കുകയും അവൻ അനുഗമിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകണം. ഈ ലോകത്തിന്റെ സംഭവങ്ങൾ എന്തൊക്കെ ആയാലും, ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് വഴിയൊരുക്കുന്ന, നമ്മൾ മുന്നോട്ട് നയിക്കുന്ന, നമ്മൾ ധൈര്യപ്പെടുന്ന കർത്താവ് നമുക്കായിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ആ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാ നന്മകളും കൃപകളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് നിന്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്തുതി പിതാവേ, ഈ ശിഷ്യന്മാർ സംസാരിച്ചതുപോലെ ഞങ്ങൾ ആരോടും അറിയാതെ പലപ്പോഴും സംസാരിക്കുകയും തർക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. സർവശക്തനെ, ഞങ്ങളെ കൈവിടരുത്, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ആത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ എന്ന് നേരത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാരകമായ രോഗം ദൈവമായ കർത്താവേ ചുറ്റുപാടുകൾ വന്നു എന്ന് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പെടാതെ കൊണ്ടും എല്ലാ പ്രതികൂലങ്ങളും മാറ്റുക, എല്ലാ തിക്തമായ അനുഭവങ്ങളും ഞങ്ങൾ മാറ്റുന്ന സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് നേരത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുരുഷാരതകളുടെ മനസ്സിലെ വാസ്തവത്തെ കർത്താവേ, ബലഹീനരാಗಿ ഞങ്ങളിലേക്ക് പ്രഭാത സമയം കഞ്ഞുവരാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിലെ എല്ലാ വേദനകൾ അകറ്റണമെന്ന് കർത്താവേ, സാമ്പത്തികമായ ഭാരങ്ങളെല്ലാം ഞങ്ങൾ അകറ്റണമെന്ന് കർത്താവേ, രോഗങ്ങളെല്ലാം ഞങ്ങൾ അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവം ഉണ്ടാകുവാൻ തക്കവണ്ണം, അനുഗ്രഹകരമായ ഒരു നന്മയുണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബ സമാധാനം നൽകണമേ, നന്മ നൽകണമേ. കർത്താവേ, ഉയർന്ന കർത്താവിനോട് ഞങ്ങൾ നിരന്തരം ഒരുമിച്ച് ജീവിപ്പാൻ തക്കവണ്ണം, അങ്ങയുടെ കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ആ കൂട്ടായ്മ ബന്ധത്തിൽ മാറിപ്പോകാൻ നിൽപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ വരദാഴ്ചയുടെ കാലവും ഞങ്ങളെല്ലാവരുടെ കുടുംബ
സന്തോഷവും സമാധാനം നൽകണമേ കർത്താവേ. ആത്മാവാൽ ബലപ്പെട്ട് സ്വർഗീയമായ കൃപയും സമാധാനം അനുഭവിച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. തുടർന്നും ദൈവകൃപകൾ പകരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.